വയനാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും മന്നിയും കൂടി കഴിഞ്ഞ ആഴ്ച അങ്ങാടിപ്പുറം ക്ഷേത്രം വരെ പോയിട്ടു. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് സുന്ദരി എന്ന് പറയാൻ എനിക്കൊരു പട്ടിയുടെ ആവശ്യമില്ല കേട്ടോ. സുന്ദരിയായി ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് സ്റ്റോപ്പ് നിറയെ കുട്ടികളാണ്. എങ്ങനെയോ ബസ്സിൽ തൂങ്ങി പിടിച്ച് അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടോ. ആദ്യം പോയത് തളിക്ഷേത്രത്തിലാണ്. അവിടെ ചെന്നപ്പോൾ മഞ്ഞ അവിടെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വഴിപാടൊക്കെ കഴിച്ച് വളരെ പതുക്കെയാണ് കേട്ടോ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് പിന്നെ ഒത്തിരി നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയും 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാൻ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ വന്ന് തൊഴുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ആളില്ലാണ്ട് തിരക്കൊഴിഞ്ഞ് മനസമാധാനമായിട്ട് തൊഴുതിറങ്ങാൻ പറ്റാറുണ്ട് കേട്ടോ. അതുപോലെയാണ് ഇപ്രാവശ്യവും സംഭവിച്ചത്. തളിക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അമ്മേനെ കാണാൻ പോയത്. അമ്മേനെ കാണാൻ പോകുമ്പോൾ തന്നെ ഞങ്ങൾ പറയായിരുന്നു ഇന്നധികം തിരക്കൊന്നും ഉണ്ടാവില്ല, വിശേഷ ദിവസമൊന്നും അല്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ സംഭവിച്ചത്. ചെന്ന് കയറുമ്പോൾ തന്നെ നീണ്ടൊരു ക്യൂ ആണ് കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അന്ന് അവിടെ മംഗല്യപൂജ നടക്കുന്ന ദിവസമായിരുന്നു. അതാണ് അത്ര ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ചേച്ചീനോട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ.